അനുഗ്രഹം എന്ന വാക്ക് നമ്മുടെ ഹൃദയത്തിന് സന്തോഷം നൽകുകയും ചൈതന്യം നൽകുകയും ചെയ്യുന്ന ഒന്നാണ്. നമ്മുടെ ഹൃദയത്തിന് സമാധാനം അത് പകരും. അത് നാം പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ശ്രമിക്കണം. അത് നാം പ്രാപിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ വ്യക്തമായ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. യഹോവ നിങ്ങളെ ഇപ്പോഴുള്ളതിനേക്കാൾ ഇനിയും 1000 ഇരട്ടിയായി അനുഗ്രഹിക്കും. ആവർത്തന പുസ്തകം 1:11. അത് നാം പ്രാപിക്കണമെങ്കിൽ എന്താണ് നാം ചെയ്യേണ്ടുന്നത്? 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 10-ാം വാക്യം. എബ്ബേസ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിശാലത വരുത്തണമേ. അതെ, അനുഗ്രഹം നമുക്ക് ലഭിക്കണമെങ്കിൽ ഒന്നാമതായി നമ്മുടെ തിരിച്ചറിവെന്നുള്ളത് ദൈവത്തോട് പ്രാർത്ഥിപ്പാനുള്ള താല്പര്യം നമ്മളിലുണ്ടാകണം. പ്രാർത്ഥന അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ തുറക്കും. പ്രാർത്ഥന ദുഷ്ടൻ്റെ പോരുകളെ തകർക്കും. പ്രാർത്ഥനയിലൂടെ വലിയ അത്ഭുതങ്ങൾ നമുക്ക് സാധിച്ചെടുക്കുവാൻ കഴിയും. പിന്നെയും നാം പഠിക്കുമ്പോൾ സദൃശ്യവാക്യം 10:22, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോട് ഒന്നും കൂട്ടുവാൻ കഴിയത്തില്ല. നാം മനസ്സിലാക്കുക, യഹോവയുടെ അനുഗ്രഹത്താലാണ് നമ്മൾക്ക് സമ്പത്തുണ്ടാകുന്നത്. നമ്മളുടെ അധ്വാനം കൊണ്ട് നമുക്കൊന്നും നേടുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടുന്ന പ്രധാനപ്പെട്ട ഭാഗം, ദൈവമേ നീ എന്നെ അനുഗ്രഹിക്കണമേ, നിശ്ചയമായി നിൻ്റെ വഴി എൻ്റെ മേൽ തുറക്കണമേ എന്ന് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക. ഹഗ്ഗായിയുടെ പ്രവചനം 2-ാം അധ്യായം 19-ാം വാക്യം, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. പിന്നെയും സങ്കീർത്തനം 115:12, യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ നമ്മെ അനുഗ്രഹിക്കും. അതെ, യഹോവ നമ്മളെ ഓർക്കുന്ന ദൈവമാണ്. ദൈവസന്നിധിയിൽ നാം നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥനയോടും സമർപ്പണത്തോടും കൂടെ നാം ദൈവസന്നിധിയിലായിരിക്കണം. യഹോവ നമ്മെ ഓർക്കും. മാത്രമല്ല, നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവം നമ്മെ ഇന്നു മുതൽ അനുഗ്രഹിപ്പാൻ സർവശക്തനാണ്. യഹോവ നിങ്ങളെ ഇനിയും ഇതിലധികമായി അനുഗ്രഹിപ്പാൻ നാം ദൈവസന്നിധിയിൽ 1, സമർപ്പണമുള്ളവരായി തീരുക, പ്രാർത്ഥിക്കുന്നവരായി തീരുക. 2, നമ്മുടെ കുറവുകൾ ഏറ്റുപറയുന്നവരായി തീരുക. നമ്മുടെ പ്രയത്നം കൊണ്ടൊന്നും നേടുന്നില്ല എന്ന് നാം തിരിച്ചറിയുക. ദൈവസന്നിധിയിൽ നാം ക്ഷമിക്കുന്നവരും സഹിക്കുന്നവരും വിട്ടുവീഴ്ചയുള്ളവരുമായി തീരുക. അപ്രകാരം ഉള്ള ഒരുക്കവും സമർപ്പണവും നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപിക്കുമ്പോൾ ദൈവവചനം പറയുകയാണ്, ഇന്നു മുതൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അതെ, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് ഒരു ഷോർട്ട് കട്ടുമില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് ദൈവസന്നിധിയിൽ സമർപ്പിക്കുക എന്നത് മാത്രമാണ് ഷോർട്ട് കട്ട്. അതുകൊണ്ട്